വെള്ളാപ്പള്ളി നടേശനെതിരെ ശ്രീനാരായണ ധർമ്മ പരിപാലന ഏകോപന സമിതി വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ ബിജു രമേശും രാജ്കുമാർ ഉണ്ണിയും തമ്മിൽ തർക്കം. SNDP യോഗം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് രാജ്കുമാർ ഉണ്ണിയാണെന്ന് ബിജു രമേശ് ആരോപിച്ചു. എന്നാൽ ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യക്തിവിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്ന് രാജ്കുമാർ ഉണ്ണി മറുപടി നൽകി. യോഗത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ പരാതിയുമായി 1 ലക്ഷം പേരുടെ ഒപ്പുശേഖരണത്തിനും തുടക്കം കുറിച്ചു. കൊല്ലത്ത് ചേർന്ന ശ്രീനാരായണ ധർമ്മപരിപാലന ഏകോപന സമിതിയുടെ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജു രമേശും രാജ്കുമാർ ഉണ്ണിയും തമ്മിലുള്ള തർക്കം മറനീക്കി പുറത്തുവന്നത്. SNDP യോഗം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് രാജ്കുമാർ ഉണ്ണിയാണെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. ഗോകുലം ഗോപാലിനെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്തതെന്നും ബിജു രമേശ് കുറ്റപ്പെടുത്തി. ആ അഴിമതിയിൽ നിന്നും ഇത്രയും കുളരായ്മയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനെ പിടിച്ചെടുക്കണമെന്നുള്ള ഒരു വാശിപ്പുറത്ത് വന്നത്. പെട്ടെന്ന് നമ്മളെല്ലാം ഇതായി പോയി അവസാനം ഗതികെടുന്ന അവസ്ഥയിലാണ് അവസാനം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റിവെച്ചത്. എവിടെ പാടിയെന്നറിയാമോ? ഗോകുലം ഗോപാലെ തലേദിവസം പോയി അടുത്ത് പോയിരുന്നു സ്റ്റഡി ക്ലാസ് എടുത്ത് ബിജുവിനടുത്ത് പറയണം പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നം പഠിപ്പിച്ചതാരാണെന്ന് അറിയാമോ? ഇവിടെ ഇരിപ്പുണ്ട് ഈ രാജ്കുമാർ ഉണ്ണി, എന്റെ സഹോദരനെ പോലെ. ബാർ വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടായ വ്യക്തിവിരോധമാണ് ആരോപണത്തിന് പിന്നിലെന്നായിരുന്നു രാജ്കുമാർ ഉണ്ണിയുടെ മറുപടി. ശ്രീ ബിജു രമേശ് സാധാരണ ആരോപണം ഉന്നയിക്കുന്നത് തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ഇതിന്റെ ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ 3 കൊല്ലം കേസ് നടത്തി ഹൈക്കോടതി ആർബിട്രേറ്റർ തിരിച്ചെടുക്കാൻ പറഞ്ഞ രാജ്കുമാർ ഉണ്ണിയുടെ കാര്യം ഇവിടെ പരാമർശിച്ചിട്ട് പോയ അദ്ദേഹത്തിന് വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ വായി തോന്നുന്ന പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സ്ഥലമല്ല SN ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും സ്ഥലം എന്നുള്ള ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ. SNDPയുടെ നേതൃസ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ താഴെയിറക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്നും രാജ്കുമാർ ഉണ്ണി വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനുമെതിരെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ 1 ലക്ഷം ശ്രീനാരായണീയരുടെ ഒപ്പുശേഖരണവും യോഗത്തിൽ തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.